എല്ലാവർക്കും നമസ്കാരം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദേവൻ്റെ ചൈതന്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ ദേവചൈതന്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം നിത്യമുള്ള പൂജകൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുക. അതോടൊപ്പം തന്നെ അശുദ്ധികൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരാതെ നിൽക്കുക. പിന്നെ പ്രാർത്ഥനാദോഷം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് വരുന്ന ഭക്തന്മാർ നല്ല മനസ്സോടുകൂടെ നല്ല കാര്യങ്ങൾ മാത്രം ദേവനോട് പറയുക. വേറൊരാൾക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളോ അല്ലെ അപകടമുള്ള കാര്യങ്ങളോ ദേവനിലേക്ക് പറയുമ്പോൾ അത് ദേവചൈതന്യത്തിന് വിപരീതമായിട്ട് വരും. പിന്നെ വർഷത്തിൽ മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ് ദ്രവ്യകലശമൊക്കെ നടത്തും. അതില്ലെങ്കിലും പ്രതിഷ്ഠാദിനത്തിനും ഉത്സവ സമയത്തുമൊക്കെ നവകവും പഞ്ചഗവ്യമൊക്കെ അഭിഷേകം ചെയ്ത് ദേവചൈതന്യത്തിന് ശക്തി കൂട്ടുക. പിന്നെ ഒരു 12 വർഷത്തിൽ ഒരിക്കൽ അഷ്ടബന്ധ കലശവും വിശേഷ പൂജകളും വേദമന്ത്രങ്ങൾ ജപിച്ചിട്ട് ശ്രീരുദ്രൻ ധാര പോലെയുള്ള കാര്യങ്ങൾ, ശിവക്ഷേത്രമൊക്കെ ആണെങ്കിൽ ശ്രീരുദ്രൻ ധാരയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. വിശേഷ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുക അമ്പലത്തിൽ. അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ തൊട്ട് ജപിച്ചിട്ടുള്ള കലശാഭിഷേകം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം ദേവചൈതന്യം നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോഴേ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ഭഗവാന് നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. ദേവചൈതന്യം ഒരു അനുഗ്രഹ കലയായിട്ട് മാറണമെങ്കിൽ ഇതുപോലെ ദേവനെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ഭക്തന്മാരുടെ സാന്നിധ്യം, എത്രത്തോളം ഭക്തന്മാർ ദേവനെ പ്രദക്ഷിണം വയ്ക്കുന്നു അത്രത്തോളം ദേവൻ്റെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് പറയുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.